സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ആ സമയത്ത് നിങ്ങൾക്കൊരു അഗാധമായിട്ടുള്ള വിഷമം, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം തെറ്റായി പോയി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എങ്കില് ആ അവസ്ഥയെയാണ് നമ്മൾ മൈഗ്രേഷൻ ബ്ലൂ എന്ന് പറയുന്നത്. ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ ജോലി, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഒക്കെയാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്നാൽ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യ നാളുകളിൽ എല്ലാവർക്കും ആ പുതിയ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ മാസങ്ങളായും വർഷങ്ങളായും ആ ഒരു സാഹചര്യവുമായിട്ടും അവിടുത്തെ കൾച്ചറായിട്ടും അവിടുത്തെ ഭാഷയായിട്ടും അവിടെയുള്ള ആൾക്കാരുമായിട്ടും ഒന്നും അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ആൾക്കാർ മൈഗ്രേഷൻ ബ്ലൂ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വിശപ്പില്ലായ്മ, ക്ഷീണം, ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ആൾക്കാരോട് അമിതമായിട്ട് ദേഷ്യപ്പെടുക, ആരോടും സംസാരിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സമ്മർദ്ദം, ഉത്കണ്ഠ, ഇതൊക്കെയാണ് പ്രധാനമായി മൈഗ്രേഷൻ ബ്ലൂവിന്റെ ലക്ഷണങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കും, മൈഗ്രേഷൻ ബ്ലൂ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ, എല്ലാവർക്കും ഒരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ലേ? ശരിയാണ്, മൈഗ്രേഷൻ ബ്ലൂ സാധാരണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ മൈഗ്രേഷൻ ബ്ലൂവിന്റെ ലക്ഷണങ്ങൾ വേഴ്സൺ ആവുന്നത് അതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചാണ്. നിങ്ങൾ മൈഗ്രേഷൻ ബ്ലൂസിന്റെ സിംറ്റംസുകൾ ഏർലി ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഒരു ഗുരുതരമായ അവസ്ഥയായ ക്ലിനിക്കൽ ഡിപ്രഷനിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കും. സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ മൈഗ്രേഷൻ ബ്ലൂ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.